ഹലോ ഹാക്കേഴ്സ്, പ്രണവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർട്സ് ഫിഗർ വീഡിയോ സീരീസിൻ്റെ 9ാമത്തെ വീഡിയോ ആയിട്ടുള്ള ഇതിൽ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പോകുന്ന ലാബിൻ്റെ പേര് SQL ഇഞ്ചക്ഷൻ യൂണിയൻ അറ്റാക്ക് റിട്രീവിങ് ഡേറ്റ ഫ്രം അതർ ടേബിൾസ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു ലാബിലെ ടാസ്ക് എന്ന് പറയുമ്പം ഈ ഒരു ഡേറ്റാബേസിൽ യൂസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടേബിൾസ് ഉണ്ട്. അപ്പോൾ ആ ടേബിൾ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ യൂസർ നെയിമും പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് കോളമുണ്ട്. അതിൽ നിന്ന് നമ്മൾ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡ് കണ്ടുപിടിച്ച് ലോഗിൻ ചെയ്യണം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ യൂണിയൻ യൂസ് ചെയ്തിട്ട് ഇപ്പം നമുക്കറിയത്തില്ല ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ളത് യൂണിയൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് കോളംസ് വേണമെന്ന് അറിയാമല്ലോ. അപ്പം എത്ര കോളമാണ് വേണ്ടത് അല്ലെങ്കിൽ ഉള്ളതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കണം, എത്ര നമ്പർ ഓഫ് കോളംസ് വേണം ഈ ഒരു അറ്റാക്ക് നമുക്കിപ്പോൾ ചെയ്യാനായിരുന്നു. അതിന് നമ്മൾ ലെഫ്റ്റും റൈറ്റും ഈക്വൽ കോളംസ് ആക്കണം. സോ നമുക്ക് അത് ട്രൈ ഔട്ട് ചെയ്ത് ആദ്യം നോക്കാം. ഓൾറെഡി ആക്സസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടായിരുന്നല്ലോ. സോ ആസ് യൂഷ്വൽ നമുക്കറിയാം ഈ ഒരു വൾണറബിലിറ്റി ഉള്ളത് ഈ ഒരു കാറ്റഗറി ഫിൽറ്ററിലാണ്. സോ നമുക്കതെടുക്കാം. ഓക്കെ, ഞാൻ ഇവിടുന്ന് വേണം, നമുക്കത് ഇതിലോട്ട് പാസ് ചെയ്യാം, ബർപ്പിലോട്ട്. ഓക്കെ, ജസ്റ്റ് ഞാനത് റിപ്പീറ്ററിലോട്ട് കൊടുക്കുന്നു, മോഡിഫൈ ചെയ്യുന്നു. നമുക്കറിയാം എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന്. ടൈം കളയുന്നില്ല, പെട്ടെന്ന് ചെയ്യുവാണ്. യൂണിയൻ പ്ലസ് സെലക്ട്, നള്ള് കൊടുക്കാം, നൾ പ്ലസ് നൾ. രണ്ടെണ്ണം നമ്മളെപ്പോഴും ചെയ്യുന്നത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്ന രണ്ടെണ്ണം വെച്ചിട്ടാണ്. ഒരു കോളം കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ, അറിയാമല്ലോ നമ്മുടെ ഒരു രീതി എന്ന് പറയുമ്പോൾ. ഹൈഫൺ കൊടുക്കാം, നമുക്ക് ഇവിടെ ഒരു കോമയും കൊടുക്കാം, കമൻറ്റ് ചെയ്യാനായിട്ട് ഹൈഫൺ സെൻഡ് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു അറ്റാക്ക് കറക്റ്റാണ്. അപ്പോൾ 2 കോളമേ ഉള്ളൂ. ഈ രണ്ടും ഏത് ടൈപ്പാണെന്ന് അറിയണം, ഏത് ഡേറ്റ ടൈപ്പാണെന്ന് നമുക്കറിയണം. സ്ട്രിങ് ആയിരിക്കും. സോ നമുക്ക് ABCയിലോട്ടൊന്ന് മാറ്റി നോക്കാം. ABC, ഇത് DEFലോട്ടും മാറ്റിയിട്ടുണ്ട്, സെൻഡ്. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമുക്ക് ആ ഒരു കുറച്ച് ലാഭമൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാൽ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ അത് ഏതായിരിക്കും. രണ്ടും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സ്ട്രിങ് ആണ്. ഇനി സിമ്പിളാണ് പരിപാടി. നമുക്കറിയാം യൂസർ നെയിം എന്നാണ് ഒരു കോളത്തിൻ്റെ പേരെന്ന്, അടുത്തതിൻ്റെ പേര് പാസ്വേഡ്. ഇനി ആ ടേബിളിൻ്റെ പേര് യൂസേഴ്സ് എന്നായിരുന്നല്ലോ, യൂസേഴ്സ്, സെൻഡ്. അപ്പോൾ നമുക്ക് ഒക്കെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡ് കിടക്കുന്നു, നമ്മളത് എടുക്കുന്നു. ജസ്റ്റ് നമ്മുടെ മൈ അക്കൗണ്ട് ഇവിടെ വരാം, മൈ അക്കൗണ്ട് എടുക്കുന്നു. പാസ്വേഡ് ആദ്യം പേസ്റ്റ് ചെയ്ത് ഞാൻ അഡ്മിനിസ്ട്രേറ്റർ ലോഗിൻ. സോ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ലാബ് ഇത്രയേ ഉള്ളായിരുന്നു. ഈ ഒരു ലാബ് വളരെ എളുപ്പമാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോകളിലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ്. കൂടുതലും നിങ്ങൾ 1, 2, 3 ഒക്കെ വീഡിയോസ് കണ്ടറിയും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതുവരെ പറയാത്തതായിട്ട് പുതിയൊന്നും വരാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക.